നിശ്ചയിച്ച പ്രിയപ്പെട്ട ഇടവക്കാംഗങ്ങളെ, കത്തീഡ്രലിലെ അതിമനോഹരമായ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം വൈകുന്നേരം ഏറ്റവും മനോഹരമായിട്ടുള്ള അമല തിയേറ്റേഴ്സിന്റെ പേര് തച്ചൻ എന്നാണ്. പിതാവിന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷപൂർവ്വം കണ്ട ആസ്വദിച്ച ഒരു നാടകം. ആ നാടകത്തില് പിതാവിന്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. അത് ശ്രദ്ധേയമാണ്. പിതാവിന്റെ അപ്പൻ അമ്മയോട് പറയുകയാണ്, അവനെ തന്നെ മറക്കുന്നു. യേശുവിന്റെ ജീവിതത്തെ മൊത്തത്തിൽ ഒരൊറ്റ വാക്യമാണ്, അവനെ തന്നെ മറക്കുന്നു. അവന് ഒരു കൂട്ട് വേണമെന്ന ചിന്തയില്ല. അവൻ അധ്വാനിച്ച് കിട്ടുന്ന അതിൻ്റെ അകത്തുള്ള പകകളൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കൊടുക്കുന്നു. ചെറിയ ചെറിയ അനുഗ്രഹപ്രദമായിട്ടുള്ള സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചുറ്റുമുള്ളവരുടെ മരണത്തിന് ദൂരനായിട്ട് കൂട്ടുപോകും, പ്രാർത്ഥിക്കുന്നു, നല്ല മരണത്തിന് വേണ്ടി സഹായിക്കുന്നു, തൊഴിലൊക്കെ നോക്കി പോറ്റുന്നു. എല്ലാവിധ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കൂടെയുള്ള കേവലൊക്കെ ഒരുപാട് സഹായിക്കുന്നു. സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരു ജോസഫ്, ആ ജോസഫ് അവന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് ഇങ്ങനെ സംഗ്രഹിച്ചു. അവൻ അവനെ തന്നെ മറക്കുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സജീവന്റെ ജീവിതത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തെ ഇതേ വാക്യം കൊണ്ട് നമുക്ക് സംഗ്രഹിക്കാനായിട്ട് പറ്റും. അച്ഛനെ തന്നെ മറക്കാറുണ്ട്. അച്ഛൻ അതിനു വേണ്ടി തന്നെയായിട്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അച്ഛനായിരിക്കുന്ന ഇടവകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവിടുത്തെ വ്യക്തികളുടെ വളർച്ചയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇടവകയുടെ ഏറ്റവും ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും സമയം പരിപൂർണമായിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ വൈദികൻ, പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, സജീവ സർ, ഒത്തിരി സ്നേഹത്തോടെ ഈ പിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. അക്കൂട്ടത്തില് അച്ഛന് നാമഹേതുകത്തിന്റെ തിരുനാളുകളുടെ മംഗളങ്ങള് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. ഈ നിമിഷം അച്ഛൻ കേക്ക് കട്ട് ചെയ്യുന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഗായക സംഘം പാട്ട് പാടുന്നു. ആ പാട്ട് പാടുന്ന സമയത്ത് തന്നെ ജോസഫ് നാമനാഥികളായ എല്ലാവരും മുന്നോട്ട് കടന്നു വരികയും അച്ഛനെ പൂ മേടിക്കുകയും ചെയ്യുന്നത് കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കൈകൾ അടിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ കേക്ക് കട്ടിങ്ങിൽ പങ്കെടുക്കുകയും പാടി പാടും. Amen.
ഇടവക കുടുംബത്തിന്റെ ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിനായിട്ട് കൈകാരനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെ തിരുനാൾ നമ്മളെല്ലാവരുടെയും തിരുനാളാണ്. അമരച്ചൻ പറഞ്ഞതുപോലെ പിതാവിനെ കുറിച്ചുള്ള മനോഹരമായ ചിന്തകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. കാലത്ത് ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കാത്ത വിശുദ്ധ കർമ്മങ്ങളുടെ പുണ്യപ്പെട്ട ഒരു ജീവിതം. ആ നമ്മളെല്ലാവരുടെയും കുടുംബങ്ങളിലും ജീവിതങ്ങളിലും എല്ലാം ധാരാളം നന്മകളും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് പിതൃദിനമായിട്ട് ആചരിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോഴെല്ലാം അപ്പന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ ദിനത്തിന്റെ ആശംസകളിലേക്ക് കൂടി എല്ലാവർക്കും നേരുന്നു. ഒപ്പം ഈ ദിനത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ആശംസകൾ നേരുന്നതിനും ഇടവക സമൂഹത്തിന് വേണ്ടി അമരച്ചൻ പറഞ്ഞ നല്ല വാക്കുകൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് എല്ലാവർക്കും മധുരം പള്ളിയുടെ പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. അമ്മമാരിലും ചിലപ്പോൾ യോസഫ്മാരുണ്ടാവും. ജോസഫീന ഇപ്പോൾ ജോസഫ്മാരാണ്. കാര്യങ്ങൾ പതിയിരിപ്പതിന് അവർക്ക് പിന്നീട് പൂക്കളുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. ദൈവം എല്ലാവരെയും നീതിമാനായ യൗസേപ്പിതാവേ, നീതിയിൽ ഞങ്ങളെ വളർത്തണമേ. സുകൃത സുമങ്ങളാം മീരി ചേർത്തവൻ, അരുമയാം പൈതലിനെ നെഞ്ചോടണച്ചവൻ,